എത്ര പെണ്ണുങ്ങളെ ചതിക്കാൻ പറ്റും? സാറും ചിന്തിച്ചോക്ക്. അപ്പൊ ഞാനിത് പുറത്ത് 4 ആളെ അറിയിക്കണോ വേണ്ടേ? സാറ് പറ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ വിഷയം മുഴുവനായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം നഷ്ടപ്പെടും. എന്റെ മോൻക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി പോലും എനിക്കില്ല. ഞങ്ങള് തുറന്നു പറയല, എനിക്ക് മാസം കിട്ടുന്നത് ബാങ്കിലേക്ക് അടയ്ക്കാൻ പോലും തികയുന്നില്ല. മാസം ബാങ്കിൽ അടയ്ക്കാൻ 12,000 രൂപ അടയ്ക്കണം. ഇതൊന്നും കഴിയാണ്ട് ഞാൻ മുട്ടോളം മുങ്ങിയിട്ടാണ്. ഇനി ഒരു കാര്യം എന്താ വെച്ചാൽ മരിക്കാൻ വരെ തുനിഞ്ഞിട്ടുണ്ട്. സത്യം പറയാലോ, എന്റെ മോന്റെ മുഖം കാണുമ്പോ എനിക്കത് ചെയ്യാൻ തോന്നുന്നില്ല. ഞാൻ മൂപ്പരോട് ഡിവോഴ്സ് പോലും ചോദിക്കുന്നില്ല. മൂപ്പരെന്നെ ഡിവോഴ്സ് ചെയ്യണ്ട, ഞാൻ എന്റെ മോനെ എവിടെയെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളാം. പക്ഷെ എന്റെ മോന്റെ മുഖം ഒന്ന് വന്ന് കാണാൻ പറ. കടങ്ങളെ ഞാൻ എങ്ങനെയും മരിച്ച് പണിയെടുത്തിട്ടെങ്കിലും വീട്ടിൽ കൊള്ളാം. പക്ഷെ ഈ കുഞ്ഞൻ എന്ത് തെറ്റ് ചെയ്തു? അതാ ഞാൻ ചോദിക്കുന്നത്. പ്രവാസ ലോകം പ്രവർത്തകരോടാണ് ദോഹയിലെ ജസ്ബീർ MBA ബിരുദധാരി തലശ്ശേരിക്കാരൻ. നിങ്ങളുടെ കുടുംബ പശ്ചാത്തലമൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷെ ഇവരുടെ കണ്ണീര് നമ്മളെ വല്ലാണ്ട് വിഷമിപ്പിക്കണം. എന്താണ് നിങ്ങളോട് പറയണമെന്ന് എനിക്കിഷ്ടമല്ല. കാരണം നിങ്ങളെപ്പറ്റി ഇവർ പറയുന്ന കഥകൾ ഇതൊന്നും തന്നെ ഞാനൊരു വിശകലനത്തിന് തുനിയാൻ പുറപ്പെടുന്നില്ല. കാരണം അതൊരു ശരിയുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവർ പറയുന്ന ന്യായമായ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിച്ച കാശ് അത് ജസ്ബീർ തിരിച്ചു കൊടുക്കണം. നിങ്ങൾ MBA ബിരുദധാരിയാണെന്ന് പറയുന്നു, അവരും ബിരുദധാരിയാണ്. ഇത്തരത്തിലുള്ള ഒരു ജീവിതത്തിലാണ് വളരെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടാക്കിയത്. നിങ്ങൾ മാന്യമായിട്ട് പെരുമാറണം ജസ്ബീർ. നിങ്ങൾ കൊടുക്കാനുള്ള പൈസ മുഴുവൻ അവർക്ക് കൊടുക്കണം. നിങ്ങൾ വരണം. അവർ ആവശ്യപ്പെടുന്ന വിവാഹമോചനമാണെങ്കിൽ അത് നിങ്ങൾ കൊടുക്കണം. ഞാൻ പറയാം, രണ്ടുപേരും യോജിച്ചു പോകാൻ കഴിയുമോ എന്ന് നോക്കണം. അതിന് എത്ര കണ്ട് ഒരു പറഞ്ഞ ഡീറ്റെയിൽസ് ഒന്നും ഞാനിപ്പോൾ അതിലേക്ക് പോകാൻ ഞാൻ തയ്യാറാകുന്നില്ല. പക്ഷെ അടിയന്തരമായിട്ട് നിങ്ങൾ വന്ന് ഇത് ചെയ്യേണ്ടി വരും, യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ നിങ്ങളെ പേരിൽ നിയമപരമായ നടപടി ഉണ്ടാവും. നിങ്ങൾ നാട്ടിൽ വന്നാൽ നിങ്ങൾ ബുദ്ധിമുട്ടും. ആ വക ഇതിനൊന്നും നിൽക്കേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, അവർക്ക് അവരുടെ വഴി. നമുക്ക് എന്തായാലും ഒരു നിങ്ങളെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് വലിയൊരു സഹായം ഉണ്ടാവും.